അതുപോലെ തന്നെ ഇന്നലെ 2 ദിവസമായി നമ്മൾ കേരളം ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടത്. സ്മാർട്ട് സിറ്റിയുടെ കരാർ മുഴുവൻ ലംഘിച്ച് പ്രവർത്തിച്ച ടീകോമിന് വെള്ളപൂശുന്ന നടപടിയാണ് വ്യവസായ മന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ വ്യവസായ മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ രാജീവിൻ്റെ പ്രസ്താവന വായിച്ചാൽ അദ്ദേഹം ഗവൺമെന്റിന് വേണ്ടിയാണോ സംസാരിക്കുന്നത് അതോ ടീകോമിന് വേണ്ടിയാണോ സംസാരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ടീകോമിനെ പരിപൂർണമായി അദ്ദേഹം ന്യായീകരിക്കുകയാണ്. ടീകോമിനെ ന്യായീകരിക്കുക മാത്രമല്ല, ടീകോമിന് എല്ലാവിധത്തിലുമുള്ള കോമ്പൻസേഷൻ വാങ്ങിക്കൊടുക്കാനുള്ള ഒരു ഇടനിലക്കാരനായി പ്രവർത്തിക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നു എന്നാണ് അതിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടത്. കേരളത്തിന്റെ വ്യവസായ മന്ത്രി കേരളത്തിന്റെ താല്പര്യമാണ് സംരക്ഷിക്കേണ്ടത്. കഴിഞ്ഞ 13 വർഷമായി ടീകോം എല്ലാ വ്യവസ്ഥകളും ലംഘിച്ചു. കരാറുകളെ കാറ്റിൽ പറത്തി. 90,000 പേർക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ജോലി കൊടുത്തില്ല. മാത്രമല്ല, ഈ കാര്യക്ഷമമായ ഒരു പ്രവർത്തനവും നടത്തിയില്ല. ഗവൺമെന്റ് ഈ കാര്യത്തിൽ അവർക്ക് നോട്ടീസ് കൊടുത്തില്ല, റിവ്യൂ ചെയ്തില്ല. IT-യുടെ മന്ത്രിയായിരുന്ന മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒരു അവധാനതയും കാട്ടിയില്ല. അവസാനം ഇപ്പോൾ ഈ ഭൂമി ഏത് സമയത്തും തിരിച്ചെടുക്കാം. അതിന് ക്ലോസുണ്ട്, പട്ടക്കരാറിൽ വ്യവസ്ഥയുണ്ട്, എഗ്രിമെന്റിൽ വ്യവസ്ഥയുണ്ട്. അതൊന്നും പാലിക്കാതെ ഇപ്പോൾ അവർക്ക് വേണ്ടി എഗ്രിമെന്റിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രം. വൈദ്യുതി നിരക്ക് വർധന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയാണോവെന്നുമാണ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തുന്നത്. ദീർഘകാല കരാറുകൾ റദ്ദാക്കിയതിനു പിന്നിൽ വലിയ അഴിമതി നടത്തുന്നുണ്ട് എന്നുള്ള വിമർശനമാണ് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത്.